രൂപം കൊണ്ട കാലം മുതൽ UDFിൽ നിന്ന് കോൺഗ്രസ്, കോൺഗ്രസിൽ നിന്ന് ആൻഡ്രോ ആൻ്റണി. വിജയം കോൺഗ്രസിനും ആൻഡ്രോ ആൻ്റണിക്കും ഒപ്പം മാത്രം. കഴിഞ്ഞ 2009 മുതലുള്ള മണ്ഡലത്തിലെ ചരിത്രം അതാണ്. ഒറ്റ നോട്ടത്തിൽ കോൺഗ്രസിനും UDFിനും ഒരു ഈസി വാക്ക് ഓവർ ലഭിക്കും എന്ന് പറയാം പത്തനംതിട്ടയിൽ. പക്ഷേ 2024 കാര്യങ്ങൾ അങ്ങനെയാണോ? പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങളിലും 2021 വിജയിച്ചത് LDF ആണ്. അത് നോക്കിയാൽ LDFിനാണ് മേൽക്കൈ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻഡ്രോ ആൻ്റണി തന്നെ. CPM മത്സരിപ്പിക്കുന്നത് അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ മന്ത്രി തോമസ് ഐസക്കിന്. ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടൊപ്പം പത്തനംതിട്ടയെ ഇക്കുറി വാർത്തകളിൽ നിറച്ചത് AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJP സ്ഥാനാർത്ഥിയായതാണ്. 2009 B രാധാകൃഷ്ണ മേനോൻ, 2014 MT രമേശ്, 2019 K സുരേന്ദ്രൻ. ഇതായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. 2014 വോട്ട് വീതം കൂടി 2019 K സുരേന്ദ്രൻ എത്തിയപ്പോൾ 13.5% വോട്ട് കൂടി 28.97 ആയി. 2019 ശബരിമല എന്ന പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു BJPയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന്. ഇക്കുറി അനിൽ ആൻ്റണി അത്രത്തോളം വരുമോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ MG രാധാകൃഷ്ണനാണ്. സ്വാഗതം സാർ. എന്ത് തോന്നുന്നു ഈ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം? ഇപ്പോൾ 2019 BJPയുടെ വോട്ടിലുണ്ടായ വർധന, ആ വർധനയിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കുമോ? രാജീവ്, വാസ്തവത്തിൽ അനിൽ ആൻ്റണി ആദ്യം BJP ഇവിടെ നിയോഗിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചത് BJP കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ K സുരേന്ദ്രനാണ്, ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ്, ശബരിമല സമരത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വലിയ ഗംഭീരമായി നടക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ്. ഇതൊക്കെ ആയിട്ടും കഴിഞ്ഞ തവണ BJPയുടെ ഏറ്റവും ശക്തനായ ശബരിമല സമരത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന സുരേന്ദ്രൻ തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ അനിൽ ആൻ്റണിക്ക് വാസ്തവത്തിൽ പത്തനംതിട്ടയിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് എന്നുള്ളതിനെ പറ്റി സംശയമില്ല. ഇതിനർത്ഥം ഒരു വലിയ ഗംഭീരമായ മുന്നേറ്റം സുരേന്ദ്രനെക്കാട്ടിലും ഉണ്ടാകും എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ സുരേന്ദ്രനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഒരു എന്താ പറയുക, അത്രയൊന്നും നിലവാരമില്ലാത്ത BJPക്കകത്ത് ഇല്ലാത്ത ഒരു കാലുമാറി വന്ന ഒരാൾ, ക്രിസ്തീയനായ ജന്മന ആയ ഒരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ BJPക്ക് ഒന്നും ഒരു അനുകൂല ഘടകമാവില്ലെന്ന് വിചാരിച്ചെങ്കിലും വിചാരിച്ചതിനെക്കാട്ടിലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അനിൽ ആൻ്റണി അവിടെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മികച്ച ഒരു പെർഫോമൻസ് ആണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു ഊർജ്ജസ്വലനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ സാന്നിധ്യം തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളിലൊക്കെ ചില അപക്വമായിട്ടുള്ള വർത്തമാനങ്ങളുണ്ട്. അവസാനം AK ആൻ്റണിയെ പോലും അദ്ദേഹത്തിൻ്റെ പിതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന് അത്ര ശോഭ നൽകുന്ന കാര്യങ്ങളല്ല. അഴിമതി കേസിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോപണം ശരവീനായ ആളാണ്. ഇതൊന്നും അദ്ദേഹത്തിനെ ശക്തനാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഞാൻ പറയുന്നത് തുടക്കത്തിൽ നിന്ന് അനിൽ ആൻ്റണി ഭേദപ്പെട്ട പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പെടുത്താൽ 2014 2019 ഇടത് ജനാധിപത്യ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വോട്ടിൽ ഇടിവുണ്ടാകുകയാണ് ചെയ്തത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കിയത് BJP മാത്രമാണ്. BJPക്ക് വളർച്ച ഉണ്ടാകുന്നൊരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട എന്നുള്ളത് സംശയമറ്റ സംഗതിയാണ്. പക്ഷെ ആ വളർച്ച തുടരാൻ പാകത്തിലുള്ളൊരു കരുത്ത് അനിൽ ആൻ്റണിക്കുണ്ടോ? അതിനോടൊന്നും തോന്നുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ആദ്യം ഇതിൻ്റെ ഈ ഇക്കണോമിക്സ് ബേസ് എന്ന് പറയുന്ന ഒരു ബേസ് ഫിനോമിനൻ ഉണ്ട്. അതായത് നമ്മൾ വളരെ പ്രതീക്ഷ അദ്ദേഹത്തിൽ വളരെ കുറഞ്ഞ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ആ ബേസിൽ നിന്ന്, ആ ബേസ് ഇയറിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ബേസിന്റെ ലെവലിൽ നിന്ന് പിന്നെ നോക്കുമ്പോൾ ഈ പ്രചരണ രംഗത്ത് ഒരു മാസമായി അദ്ദേഹം വളരെ ഒരു എന്താ പ്രതീക്ഷിതനെ അപ്പുറം അദ്ദേഹം വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. കാരണം മുമ്പ് അദ്ദേഹത്തിന് വളരെ മോശമാകുമെന്ന് കരുതിയിരുന്നു, ഭേദപ്പെട്ടിട്ടുണ്ട്. എന്നാലും
സുരേന്ദ്രൻ ഉണ്ടായിരുന്ന ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. ആ അനുകൂല ഘടകങ്ങളൊന്നും അനിൽ ആന്റണിക്കുണ്ടെന്ന് തന്നെ പറയുന്നത്. പക്ഷെ അനിൽ ആന്റണി മുന്നോട്ട് വന്നിട്ടുണ്ട്, തുടക്കത്തിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു 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 മെയ് വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, അല്ലെങ്കിൽ എന്താ പറയുക, വർത്തമാനം പറയാനും ഒക്കെ കഴിയുന്ന ഒരു മനുഷ്യരാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം കുറെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മുദ്ര അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷ കുറവായിട്ട് നടത്തുന്നതാണ് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. BJP സംബന്ധിച്ച് ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ വേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ PC ജോർജ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, PC ജോർജ് BJPയിൽ ചേർന്നത് തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാനാണെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞാണ്. പൂഞ്ഞാറിലാണെങ്കിൽ ജോർജിൻ്റെ സ്വാധീനം ചെറുതല്ലാത്ത വിധത്തിൽ ഇപ്പോഴും ഉണ്ട് താനും. ഇത് അനിൽ ആന്റണിയുടെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ പ്രയോഗങ്ങളിലെ പ്രശ്നങ്ങൾ, പിതാവിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, ഇതൊക്കെ അനിൽ ആന്റണിയുടെ പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഒരു പരിധിവരെ അതൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായി അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായിരുന്ന ഘടകങ്ങളിൽ ഇതെല്ലാം നിഴൽ വീഴ്ത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ PC ജോർജ് ആണോ അദ്ദേഹമാണോ BJPക്ക് ഭേദപ്പെട്ടുമായിരുന്ന അല്ലെങ്കിൽ കൂടുതൽ നന്നാവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം PC ജോർജിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ പൂഞ്ഞാർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാധീനം ഉള്ളത് ഒഴിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ അനിൽ ആന്റണിക്ക് PC ജോർജിനെക്കാട്ടും തീർച്ചയായിട്ട് മുന്നോട്ട് വരാൻ കഴിയും, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഇല്ല, 3 പേരും ക്രിസ്തീയരാണ് എന്നുള്ളത് എങ്ങനെയാണ് അത് അങ്ങനെ പ്രകടമാകുന്നത് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു വിഷയമാണ്. അനിൽ ആന്റണിക്ക് ആ ഹിന്ദു വോട്ടുകൾ BJPയിലെ സുരേന്ദ്രൻ സമാഹരിച്ചതുപോലെ കഴിയുമോ എന്നുള്ളതിനെ പറ്റി വളരെ സംശയമുണ്ട്. അതേസമയത്ത് ഒരു BJPയിലേക്ക് കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന സ്ഥിതിക്ക് അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, BJPയുടെ ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുക, അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര തലത്തിൽ തന്നെ, ഏറ്റവും ഉന്നത തലത്തിൽ തന്നെ BJPയുടെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒക്കെ തലത്തിൽ തന്നെ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം താഴോട്ട് പോവുകയും അതനുസരിച്ച് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ പത്തനംതിട്ടയിലെ വളരെ ശക്തമായ സംഘടന ബലമുള്ള ഒരു ഇതാണ് സംഘപരിവാരമാണ്. അപ്പൊ അതൊക്കെ അതിനെ ഒന്ന് ചലിപ്പിക്കാൻ മറ്റും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ സുരേന്ദ്രനെ പോലെ ഒരു പക്ഷേ സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും അതിനടുത്തൊക്കെ പാർട്ടി വോട്ടുകളുടെ കടുത്ത ശക്തമായിട്ടുള്ള ഒരു ഹിന്ദു വികാരമുണർത്തി തന്നെ പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശം പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് എത്രമാത്രം താഴെ എത്തും എന്നുള്ളതിനെപ്പറ്റി തീർച്ചയായിട്ടും സുരേന്ദ്രൻ ഉണ്ടായ പോലെ ഉണ്ടാവില്ല. കാരണം BJP ശബരിമല കാലമല്ല, സുരേന്ദ്രൻ അല്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട്. എന്നാലും അനിൽ ആന്റണിക്ക് തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു ചലനം അവിടെ ഉണ്ടാക്കാൻ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമാണ്.